കഠിനാധ്വാനത്തെക്കുറിച്ചും കഠിനാധ്വാനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കുറേ ആളുകൾ വിജയികളായി തീരുന്നു. ഇപ്പോൾ സാമ്പത്തികമായി വിജയം വരിക്കുന്നു, ചിലർ രാഷ്ട്രീയമായിട്ട് വിജയം വരിക്കുന്നു, അങ്ങനെ ചിലർ ശാസ്ത്രത്തിൽ വിജയം വരിക്കുന്നു, വേറെ ചിലർ അഡ്മിനിസ്ട്രേഷനിൽ വിജയം വരിക്കുന്നു, വേറെ ചിലർ കുറേയധികം ഡിഗ്രികൾ സമ്പാദിക്കുന്നു. എന്നാൽ വേറെ കുറേ ആളുകളെ നമ്മൾ നോക്കുമ്പോൾ അവർ കാര്യമായിട്ടൊരു കോൺട്രിബ്യൂഷനും കൊടുക്കുന്നില്ല, അവരറിയപ്പെടുന്നില്ല, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമ്പത്ത്, അധികാരത്തിൻ്റെയോ അറിവിൻ്റെയോ അങ്ങനത്തെ ഒരു സമ്പത്ത് ഉള്ളതായിട്ട് തോന്നുന്നില്ല. എന്താ ഈ വ്യത്യാസത്തിന് കാരണം? എനിക്ക് തോന്നുന്നത് പ്രധാനമായും അധ്വാനിക്കുന്നതിൻ്റെ വ്യത്യാസമാണ്, കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ വ്യത്യാസമാണ് ഇവരിലുള്ള വ്യത്യാസത്തിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനപ്പെട്ട കാരണമെങ്കിലും അതാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. കഠിന അധ്വാനത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. കഠിനാധ്വാനത്തിന് തുല്യം കഠിനാധ്വാനം മാത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ കഠിനാധ്വാനത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? നമ്മുടെ മടിയാണ്, അലസതയാണ് കഠിനാധ്വാനം ചെയ്യാനായിട്ട് നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. എത്രമാത്രം അധ്വാനിക്കാം? നമ്മുടെ ഊർജം മുഴുവൻ കഴിയുന്നത് വരെ, നമ്മുടെ സമയം മുഴുവൻ കഴിയുന്നത് വരെ നമുക്ക് അധ്വാനിക്കണം. നമ്മുടെ സമയം മുഴുവൻ കഴിയുന്നത് വരെ മുഴുവൻ സമയവും ഉപയോഗപ്പെടുത്തുക, മുഴുവൻ എനർജിയും ഉപയോഗപ്പെടുത്തുക. ഞാനതിന് കുട്ടികളോട് പറയുന്ന ഒരു വാചകമുണ്ട്: ലോഡ് യുവർ സെൽഫ് സഫീഷ്യൻ്റ്ലി സോ ദാറ്റ് യു ഹാവ് നോ സ്പെയർ ടൈം, നോ സ്പെയർ എനർജി. സമയം ബാക്കി വരാത്ത വിധത്തിൽ നിങ്ങളെ തന്നെ ലോഡ് ചെയ്യുക, എനർജി ബാക്കി വരാത്ത വിധത്തിൽ നിങ്ങളെ തന്നെ ലോഡ് ചെയ്യുക. ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മളാണ് തീരുമാനിക്കണം എത്രമാത്രം വർക്ക് ചെയ്യണം, എനിക്ക് എത്ര എനർജി കൂടിയുണ്ട്, അതനുസരിച്ച് ഞാൻ ഇനിയും ലോഡ് ചെയ്യുകയാണ്. എനിക്ക് വിശ്രമം ആവശ്യമുണ്ടോ, അപ്പോൾ ഞാൻ വിശ്രമിക്കണം, സംശയമൊന്നുമില്ല. ഓരോരുത്തരും അവരവരുടെ ലിമിറ്റ് നിശ്ചയിക്കുകയാണ് ചെയ്യുക, വേറൊരാളല്ല നിശ്ചയിക്കുക. ഓരോരുത്തരും അവനവൻ്റെ ലിമിറ്റ് നിശ്ചയിക്കുന്നു. എനിക്ക് എത്ര സമയം വരെ ജോലി ചെയ്യാം, എനിക്ക് എത്ര ഊർജം ബാക്കി വെച്ച് എനിക്ക് ജോലി ചെയ്യാം. ഊർജമൊന്നും ബാക്കി വരാത്ത വിധത്തിൽ, സമയമൊന്നും ബാക്കി വരാത്ത വിധത്തിൽ ജോലി ചെയ്യാം. ഞാൻ അവരോട് ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഒരു തേനീച്ച ഒരു ഡ്രോപ്പ് ഹണി ശേഖരിക്കുന്നതിന് എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടെന്നറിയാമോ? കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് അത് ഒരു തുള്ളി ഹണി ഉണ്ടാക്കുന്നത്. എത്ര പൂക്കൾ സന്ദർശിച്ചിട്ടാണ് ഒരു തുള്ളി തേനുണ്ടാക്കുന്നത്. സ്ഥിതിവിവര കണക്കനുസരിച്ച് 200 പൂക്കൾ സന്ദർശിക്കണം അത്രേ. 200 പൂക്കൾ സന്ദർശിച്ചാലാണ് ഒരു തുള്ളി ഹണി ഒരു ബീക്ക് ശേഖരിക്കാൻ കഴിയുക, ഒരു തേനീച്ചയ്ക്ക് ശേഖരിക്കാൻ കഴിയുക. ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എന്ന് വയ്ക്കുക, പരീക്ഷയ്ക്ക് ഒരു ചോദ്യം കിട്ടാൻ നമ്മൾ എത്ര ചോദ്യം സന്ദർശിക്കാൻ തയ്യാറാണ്?
നമ്മൾ വിചാരിക്കുന്നത് ഞാനൊരു ചോദ്യം പഠിച്ചു, അത് പരീക്ഷയ്ക്ക് വരണം എന്നാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു തുള്ളി ഹണി കിട്ടാൻ തേനീച്ച പോകുന്ന ദൂരം സന്ദർശിക്കുന്ന പൂക്കളുടെ എണ്ണം എത്രയോ വലുതാണ്. നമ്മൾ കുരുവികൾ കൂട് കൂട്ടുന്നത് കണ്ടിട്ടുണ്ടാവും. അത് മുട്ടയിടാനായിട്ട് വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കുകയാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടുള്ള സേഫായിട്ടുള്ള സ്ഥലം. എത്രയോ ഉയരത്തിലാണ് ആ കൂട് കൂട്ടുന്നത്. അതെന്തുകൊണ്ടാണ്? അവിടെ പാമ്പോ ഒന്നും കയറി വരാൻ പാടില്ല, അല്ലെങ്കിൽ ഈ മുട്ടയൊക്കെ ഭക്ഷിച്ച് കാണും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ അവരോട് പറയാറ്. ഒന്ന്, ഉയരത്തിൽ കൂട് കൂട്ടുന്നതിനെക്കുറിച്ച്. അതായത് നമ്മുടെ ലക്ഷ്യം വളരെ ഉയർന്നതായിരിക്കണം എന്നാണ് ആ കുരുവി നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങളുടെ ലക്ഷ്യം ഉയർന്നതായിരിക്കണം. രണ്ടാമതൊന്നുകൂടി, എത്ര നാരുകൾ ശേഖരിച്ചിട്ടാണ് ഒരു കുരുവി അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട് കൂട് കൂട്ടുന്നത്? എത്രയോ നാരുകൾ. നിങ്ങളൊരു കൂട് പരിശോധിച്ച് നോക്കുക. അതിൽ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂട് ഫ്രീ ആയിരിക്കും. അത് നമുക്ക് എടുത്ത് നോക്കിയാൽ 200-300 നാരുകളുണ്ടാവും. ചെറിയ ചെറിയ നാര്. ഓരോ സ്ഥലത്തും പോയി ആ നാര് ശേഖരിച്ച് വന്ന് വളരെ വിദഗ്ധമായിട്ട് അതൊരു കൂടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുരുവിയിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. കഠിനാധ്വാനം, സ്ഥിരോത്സാഹം, അതിൻ്റെ ഉയർന്ന ലക്ഷ്യബോധം, ഇതൊക്കെ നമ്മൾ ഒരു കുരുവിയെ നോക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കി. എൻ്റെ ഓർമ്മയിലേക്ക് പല കാര്യങ്ങളും തമ്പുരാൻ തന്നു. അതിലൊന്ന് തൃശ്ശൂരിൻ്റെ അഭിമാനമായ പ്രസിദ്ധമായ പൂരം ആണ്. പൂരത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഒരു എലിഞ്ഞിത്തറ മേളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. 200-300 വാദ്യ കലാകാരന്മാർ നിന്ന് ഇങ്ങനെ ചെണ്ട കൊട്ടുകയും പീപ്പി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു പ്രസിദ്ധനായ കുട്ടന്മാരൊക്കെ നിന്ന് പെർഫോം ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും, ടി വിയിൽ കാണിക്കും. അവരെത്ര നേരം മണിക്കൂറുകളാണ് നിൽക്കുന്നത്. മണിക്കൂറുകൾ നിന്നോടത്ത് നിന്ന് കൊട്ടുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് പോയൊരു കാപ്പി കുടിച്ചിട്ട് വരില്ല, മണിക്കൂറുകൾ നിന്നിട്ട്. എന്തിന്? നമ്മുടെ വൈദികർ കുർബാന ചെല്ലുമ്പോൾ പെരുന്നാളുകൾക്കൊക്കെ ആണെങ്കിൽ എത്ര മണിക്കൂറാണ് കുർബാന? 1.5-2 മണിക്കൂർ ഒക്കെ അല്ലേ? ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പോകുന്ന ഒരാളാണ്. അവിടുത്തെ കുർബാന 1 മണിക്ക് തുടങ്ങിയാൽ 3 മണി കഴിയുന്നത് വരെയാണ്. 2 മണിക്കൂറാണ്. ആ വൈദികർ അതിൻ്റെ ഇടയിൽ വിശ്രമിക്കണമൊന്നുമില്ല. തുടർച്ചയായിട്ട് 2 മണിക്കൂർ. ഞാനിതൊക്കെ കുട്ടികളോട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ പലപ്പോഴും പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ എണീറ്റു. എന്തിനാ പോണേ? വെള്ളം എടുക്കാൻ. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റു. എന്താ? ടോയ്ലറ്റിൽ പോകാൻ. അവർ തുടർച്ചയായ 1 മണിക്കൂർ പഠിക്കുന്ന ഹോസ്റ്റലിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. തുടർച്ചയായ 1 മണിക്കൂർ, 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ഇരുന്ന് അധ്വാനിക്കുന്നത് കാണാൻ പറ്റണില്ല. അപ്പോഴാണ് ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. തുടർച്ചയായി അധ്വാനിക്കാനുള്ള കഴിവ്. കളികളുണ്ട്. ബെസ്റ്റ് ഓഫ് 5 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 5 കളിയും കളിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ 5 കളികൾ തുടർച്ചയായി കളിക്കാനുള്ള ഒരു സ്റ്റാമിന, അത് ഓരോ കളിക്കാരനും വളർത്തിയെടുക്കണം. അതുപോലെ ദീർഘദൂര ഓട്ടക്കാർ ഇടയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം തുടർച്ചയായി
ഓടി പരിശീലിക്കണം. അതുപോലെ ചില ഡോക്ടർമാർ ചെയ്യുന്ന ഓപ്പറേഷനൊക്കെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ്. ഇവിടെ ഏതോ ഒരു നേതാവിനെ രണ്ടാമത് ഒരു നേതാവിൻ്റെ പേരെൻ്റെ ഓർമ്മയിലില്ല, നമ്മുടെ ഉത്തരേന്ത്യയിലെ ഏതോ ഒരു വലിയ നേതാവാണ്. അദ്ദേഹത്തിന് രണ്ടാമത് ഒരു ബൈപ്പാസ് സർജറി നടത്തി. അത് എത്രയോ മണിക്കൂറുകളാണ് 8-10 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻസൊക്കെ ചെയ്യുന്ന ഡോക്ടർമാർ. എത്രയോ വലിയ കഠിന അധ്വാനമാണ് അവർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ ഇതുപോലെ കഠിന അധ്വാനം ചെയ്യാനുള്ള കഴിവുണ്ട്. അത് പലപ്പോഴും നമ്മുടെ മടി കാരണം നമ്മൾ അങ്ങനെ അധ്വാനിക്കാതെ വിടുക. അങ്ങനെ അധ്വാനിക്കാത്തവർക്ക് ആർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. അധ്വാനിക്കാതെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. അധ്വാനം കൂടാതെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ പരിശീലിക്കേണ്ടത് നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ്. നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കഠിനമായി അധ്വാനിക്കാനുള്ള ശീലം വളർത്തിയെടുക്കലിലൂടെയാണ്. അത് നമ്മൾ തുടങ്ങുന്നത് 1 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് പഠിക്കും. അതിൻ്റെ ഇടയിൽ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ. കുറേ കഴിയുമ്പോൾ അത് 2 മണിക്കൂറായി. കുറേ കഴിയുമ്പോൾ അത് 3 മണിക്കൂർ. പരീക്ഷാ കാലഘട്ടം 3 മണിക്കൂറാണ്. അപ്പോൾ 3 മണിക്കൂറെങ്കിലും ശ്രദ്ധയോടുകൂടി അധ്വാനിക്കാനായിട്ടുള്ള ഒരു സ്റ്റാമിന നമ്മൾ വളർത്തിയെടുക്കണം. ഇത് വെറുതെ ഉണ്ടാകുന്നതല്ല, അത് വളർത്തിയെടുക്കുന്നതിലൂടെ വരുന്നതാണ്. ഒരു ചെടി പോലും തന്നെ വളരില്ല. ശരിയായ വിധത്തിൽ വളരണമെങ്കിൽ നമ്മളതിന് ശുശ്രൂഷ ചെയ്തു കൊടുക്കണം. വെള്ളം, വളം, നല്ല സൂര്യപ്രകാശം ഇതൊക്കെ കൊടുക്കണം. അപ്പോഴാണത് ശരിയായ വിധത്തിൽ വളർന്നു വരിക. ഇതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ ശരിയായ വിധത്തിൽ വളർന്നു വരണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കഠിനാധ്വാനം ചെയ്യാനായിട്ട് തയ്യാറാവണം. ഞാനിത് പ്രസംഗിച്ച് കഴിഞ്ഞ് നിർത്തി കഴിയുമ്പോൾ പുറത്തിറങ്ങി വന്നപ്പോൾ 1-2 കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മാഷേ, വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, എങ്കിലും തമ്പുരാൻ അവരെയൊക്കെ മനോഹരമായി അണിയിക്കുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നാലും തമ്പുരാൻ അവരെയൊക്കെ തീറ്റി പോറ്റുന്നു എന്നൊക്കെയുള്ള തിരുവചനങ്ങളുണ്ടല്ലോ. മാഷി പറയുന്ന കഠിന അധ്വാനം അവിടെ പറയുന്നില്ലല്ലോ എന്ന് 2 കുട്ടികൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അവർക്ക് ഞാൻ പറഞ്ഞതിനുള്ള അവിശ്വാസമല്ല, ഈ തിരുവചനം മാഷ പറയുന്നതുമായിട്ട് എങ്ങനെ യോജിച്ചു പോകും, ഇതാണ് അവരുടെ സംശയം. അല്ലാതെ അവർ അധ്വാനിക്കാൻ തയ്യാറാണ്, എന്നെ ക്വസ്റ്റ്യൻ ചെയ്തതല്ല. പകരം അവർക്ക് സംശയം ഇതാണ്, ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് പോവുക. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, യേശു അവിടെ പറഞ്ഞത് ഒരു വർക്കിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഒരു തിയറി അല്ല. കഠിനാധ്വാനം ചെയ്യണമെന്ന് തന്നെയാണ് യേശു അവിടെ ഉദ്ബോധിപ്പിച്ചത്. നിങ്ങൾ പറവകളെ നോക്കിയിട്ടുണ്ടോ? പക്ഷികളെ നോക്കൂ. അത് രാവിലെ അവ എഴുന്നേറ്റ് കൂട്ടുകാരെയൊക്കെ വിളിച്ചുണർത്തി, എല്ലാ പക്ഷികളും നോക്കിക്കോളൂ. കാക്കയാണെങ്കിൽ നമ്മൾ കോഴിയാണെങ്കിലും നമുക്ക് അങ്ങനെ കാക്കകൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് കൂട്ടുകാരെയൊക്കെ വിളിച്ചുണർത്തി ദൂരെ പോയി പറവകൾ ഭക്ഷണം ശേഖരിക്കുകയാണ്. പ്രത്യേകിച്ച്
വവ്വാലുകൾ, പാറാട എന്ന നാട്ടിൽ പറയും. പാറാടകളൊക്കെ എത്രയോ ദൂരമാണ് പോകുന്നത്. എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ് അതിൻ്റെ ഇര തേടുന്നത്. ദേശാടന കിളികളുണ്ട്, ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് വഴി തെറ്റാതെ അവർ കൃത്യമായി ഓരോ സ്ഥലത്ത് ഓരോ വർഷവും അതാത് കാലഘട്ടത്തിൽ വരും. കാരണം അവർക്ക് അറിയാം അവിടെ ആ കാലഘട്ടത്തിൽ ഭക്ഷണം കിട്ടും. അപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അല്ലാതെ അവിടെ ഒരു അലസതയുടെ ഒരു തിയറി അല്ല അവിടെ ഉള്ളത്. കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒരു 6 മണി 7 മണിയൊക്കെ, 7 മണിയാവണ്ട, അതിനു മുമ്പ് നിങ്ങൾ തുറസായ സ്ഥലത്ത് എവിടെയെങ്കിലും നിന്ന് ആകാശത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷികൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പോകുന്നു. ചിലപ്പോൾ അവർ ഒരു കോണിക്കൽ ഷേപ്പിലൊക്കെയാണ് പോവുക. ഞാൻ നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് ഇത് ധാരാളം കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പാടത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി ഇങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കിയാൽ ഇതിങ്ങനെ പോണ കാണാം. എത്രയോ അകലേക്കാണ് പോകുന്നത് എന്ന് അവർ പറക്കുന്ന ഉയരം കാണുമ്പോൾ മനസ്സിലാവും. അടുത്തേക്കാണെങ്കിൽ അവർ താഴ്ന്നു പറക്കുമായിരുന്നു. വളരെ ഉയരത്തിൽ പറക്കുന്നത് കൊണ്ട് നമുക്കറിയാം അവർ വളരെ അകലേക്കാണ് പോകുന്നത്. പക്ഷെ പക്ഷികൾ അധ്വാനിക്കുന്നുണ്ട് എന്ന് തന്നെ ഉറപ്പാണത്. പക്ഷെ അവർ ജാഗ്രതയോടുകൂടി അവർ ചെയ്യേണ്ട ജോലി അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വയലിലെ ലില്ലികൾ അവയും നന്നായി ജോലി ചെയ്യുന്നുണ്ട്. അവയുടെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങി വെള്ളവും വളവും വലിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ചെടിയുടെ ഇലകൾ അത് സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നുണ്ട്, പകരം ഓക്സിജൻ വിടുന്നുണ്ട്. അവയുടെ ജോലി ചെയ്യുന്നുണ്ട്. അവയുടെ ജോലി ചെയ്യുമ്പോൾ ആണ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ജോലി ചെയ്യുന്നത്. താൻ പാതി ദൈവം പാതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അർത്ഥം ഞാൻ പകുതി പഠിച്ചാൽ മതി, 50% ഞാൻ പഠിച്ചാൽ 50% ദൈവം തന്നു, അപ്പോൾ എനിക്ക് 100% കിട്ടും. അത് തെറ്റായ ഒരു തിയറിയാണത്. അങ്ങനെയല്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യണം. ഞാൻ പൂർണ്ണമായി ചെയ്യുമ്പോഴാണ് ദൈവം അത്രയും തന്നെ നമുക്ക് തരുന്നത്. നമ്മൾ എത്രമാത്രം പൂർണ്ണതയിലേക്ക് വരുന്നുവോ അത്രയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും നമ്മളിൽ പൂർണ്ണമാകും. ദൈവം ചെയ്യുന്നത് എപ്പോഴും പൂർണ്ണമാണ്. അപൂർണമായി ഒന്നും ദൈവം ചെയ്യാറില്ല. പക്ഷെ നമ്മളിൽ പൂർണ്ണമാകുന്നത് നമ്മുടെ പ്രവൃത്തി പൂർണ്ണമായി ചെയ്യുമ്പോഴാണ്. അപ്പോൾ 50-50 100 100-ഉം 100-ഉം 100ആണ്. അങ്ങനെയാണ്. നിങ്ങൾ ഒരു നോവല് വായിച്ചിട്ടുണ്ടോ? ഒന്നും ഒന്നും ഇമ്മണി വലിയ ഒന്ന് അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഇവിടെ ആലുവ എറണാകുളത്തേക്ക് പോകുന്ന വഴിയിൽ ആലുവ ഭാഗത്ത് 2 പുഴകൾ ഇങ്ങനെ വന്നിട്ട് ഒന്നായിട്ട് പോകുന്നത് കാണാൻ ബസ്സിലിരുന്ന് പോകുമ്പോൾ കാണാൻ പറ്റും നമുക്ക്. ഒരു പുഴയും വേറൊരു പുഴയും ചേർന്നാൽ 2 പുഴയാണോ? അല്ല, അതൊരു പുഴയാണ്. അത് കുറച്ചുകൂടി വലിയ പുഴയാണ്. അപ്പോൾ ഒന്നും ഒന്നും ഇമ്മണി വലിയ ഒന്ന് എന്നുള്ള ആ വാചകം വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ 100-ഉം തമ്പുരാൻ്റെ 100-ഉം കൂടുമ്പോൾ 100 മണി വലിയ 100. തമ്പുരാൻ എപ്പോഴും തരുന്നത് 100ആണ്. നമ്മുടെ 50 ഉള്ളൂ എങ്കിൽ നമ്മുടെ 50-ഉം തമ്പുരാൻ്റെ 100-ഉം കൂടുമ്പോൾ 50. 150 അല്ല.
75 അല്ല. നമ്മളെത്രയാണോ ചെയ്യുന്നത് അത്രയുമാണ് തമ്പുരാൻ തരുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് കഠിനമായി അധ്വാനിക്കണം. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്യണം. അതിന് യേശു നമ്മളത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ലാസറിനെ ഉയർപ്പിക്കുന്ന നേരത്ത് യേശു പറയുന്നുണ്ട്, ആ കല്ല് എടുത്ത് മാറ്റുവാൻ. എന്തിനാ അങ്ങനെ? യേശുവിന് മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന യേശുവിന് ആ കല്ലൊന്ന് ഒരു ജസ്റ്റർ കൊണ്ട് മാറ്റിക്കളയാൻ പറ്റൂലേ? പറ്റുമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ്? നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തെന്ന്? നീ നിൻ്റെ പാർട്ട് പ്ലേ ചെയ്യണം. അപ്പോൾ തമ്പുരാൻ്റെ പാർട്ട് മുഴുവനായിട്ട് പ്ലേ ചെയ്യും. അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അപ്പോൾ ഇവർ പറയുന്നു, ഇവിടെ ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന്. യേശു പറഞ്ഞില്ല, ഇത്രയേ ഉള്ളൂ, അത് വേണ്ട, എടുത്തു വെച്ചോളൂ. അങ്ങനെയല്ല, അതിങ്ങോട്ട് തരുമോ എന്നാ. നിങ്ങളുടെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും എനിക്ക് ഇങ്ങോട്ട് തരുമോ? എന്നിട്ടാണ് അതിനെ വർദ്ധിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ആ ബാലൻ പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക, 5 അപ്പത്തിൽ 2 ഞാൻ എടുത്തു വയ്ക്കാം, 1 മീനും എടുത്തു വയ്ക്കാം, ബാക്കിയുള്ളതാ കൊടുക്കുകയുള്ളൂ. അല്ല, അവൻ ഫുള്ളായിട്ട് കൊടുത്തു. അവിടെ അത്ഭുതം നടന്നതിൻ്റെ ഒരു കാരണം, ആ ബാലൻ പൂർണ്ണമായും സമർപ്പിച്ചു. അപ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. ഇതുപോലെ തന്നെയാണ് ഈ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി അത് പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതം ഉണ്ടാക്കും. അപ്പോൾ ദൈവത്തിന് പോലും അത്ഭുതങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? നാം പൂർണ്ണതയിലേക്ക് എത്തണം. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. യേശു പറഞ്ഞില്ലേ, എൻ്റെ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ, സ്നേഹത്തിൽ പൂർണ്ണരായിരിക്കുവിൻ. സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രവർത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രവർത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ പൂർണ്ണമായി ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും സപ്പോർട്ട് കിട്ടും. അപ്പോഴാണ് ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ പ്രവൃത്തി, വർക്ക്, പ്രാർത്ഥന, വർഷിപ്പ്, ഇത് രണ്ടും, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം ആയിട്ടുള്ള ബന്ധമാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നു. ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ. ഒരു ചിറക് മാത്രമുണ്ടായാൽ ഒരു പക്ഷിക്ക് പറക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. 2 ചിറകുകളും ശക്തമാകുമ്പോൾ ആ പക്ഷിക്ക് വളരെ ഉയർന്ന് പറക്കാനായിട്ട് കഴിയും. നമ്മുടെ 2 ചിറകുകളും പ്രവർത്തിക്കാനുള്ള ആ ചിറകും പ്രാർത്ഥിക്കാനുള്ള ചിറകും ഒരുപോലെ ശക്തമായി തീരട്ടെ. അങ്ങനെ വളരെ ഉയരത്തിൽ പറന്ന് വലിയ നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.